അദാനി തുറമുഖ പദ്ധതി നിർത്തിവെച്ച് തീരദേശ ശോഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനെക്കുറിച്ച് ശരിയായ പഠനം നടത്തുക. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക. ദുരിതബാധിതരായ എല്ലാവരിലേക്കും അത് വ്യാപിപ്പിക്കുക. തീരദേശ ശോഷണം ലഘൂകരിക്കാനും അത് ബാധിച്ചവരെ പുനരധിവസിപ്പിക്കാനും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുക. കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേഗത്തിൽ നഷ്ടപരിഹാരം നൽകുക. അവരുടെ മറ്റ് ഉപജീവന മാർഗങ്ങളെ അഭിസംബോധന ചെയ്യുക. മുതലപ്പൊഴിയിൽ തുറമുഖത്തിന് സമീപമുള്ള ഡ്രഡ്ജിങ്ങിനെ അഭിസംബോധന ചെയ്യുക. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർബന്ധിതരായ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുക. ഈ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് സങ്കീർണമായി തീർന്നിരിക്കുകയാണ്. തുറമുഖ നിർമ്മാണത്തിനായി പാറക്കല്ലുകളുമായി വിഴിഞ്ഞത്തെത്തിയ ലോറികൾ സമരസമിതി സമാധാനപരമായി തടഞ്ഞപ്പോൾ തൊട്ടടുത്ത് തമ്പടിച്ചിരുന്ന ഒരു കൂട്ടം തുറമുഖ അനുകൂലികൾ സമരക്കാർക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്തു. സംഘർഷം തടയാൻ പോലീസ് ഫലപ്രദമായി ഇടപെടുന്നതിന് പകരം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും കല്ലെറിഞ്ഞ് സമരക്കാരെ പ്രകോപിപ്പിച്ചവരെ തുടർന്നും അഴിഞ്ഞാടാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നടന്ന ഏതാനും പേരുടെ അറസ്റ്റിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവരെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം അതിരൂപത ബിഷപ്പ്, വികാരി ജനറൽ എന്നിവരെ അടക്കം പ്രതികളാക്കി പോലീസ് കേസുകളെടുത്തു. ഈ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഈ എപ്പിസോഡിൽ സത്യാന്വേഷി ചർച്ച ചെയ്യുന്നു. ഏവർക്കും സ്വാഗതം. ഭാരതത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം. വലിയ കപ്പലുകൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നത് മാത്രമല്ല, തുറമുഖത്ത് നിന്ന് കപ്പൽ ചാലിലേക്കുള്ള ദൂരവും മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്ത് കുറവാണ്. അതായത് തുറമുഖത്ത് നിന്ന് കപ്പൽ ചാലിലേക്ക് വളരെ പെട്ടെന്ന് കപ്പലുകൾക്ക് എത്താൻ കഴിയും. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ 2015 ആഗസ്റ്റിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി 40 വർഷത്തേക്കുള്ള കിഴിവ് കരാർ ഒപ്പിട്ടു. കരാറിന്റെ നടപ്പിലാക്കലിനു വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ 100% സർക്കാർ അധീനതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു. പദ്ധതിയുടെ മേൽനോട്ടത്തിനും അവസരോചിതമായ ഇടപെടലുകൾക്കും കേരള സർക്കാർ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു എംപവേർഡ് കമ്മിറ്റിയും രൂപീകരിച്ചു. 1000 ദിനങ്ങൾ കൊണ്ട് 1ാം ഘട്ടം പൂർത്തിയാകും എന്നായിരുന്നു അദാനി ഗ്രൂപ്പ് അറിയിച്ചിരുന്നത്. അതുപ്രകാരം 2019 പൂർത്തിയാകേണ്ടിയിരുന്ന പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഓഖിയും പ്രളയവും കോവിഡും ഒക്കെയാണ് കാരണങ്ങളായി പറയുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാകുമ്പോൾ പ്രതികൂലമായി ബാധിക്കുന്ന തീരദേശവാസികൾ അന്ന് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ്. സർക്കാർ ഇടപെട്ട് പരിഹാര മാർഗങ്ങൾ വാഗ്ദാനങ്ങളായി നൽകി അന്നത്തെ സമരപരിപാടികൾ അവസാനിപ്പിച്ചു. എന്നിട്ടും 7 വർഷങ്ങൾക്കിപ്പുറം തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് വലിയ തോതിൽ തുടങ്ങിയതിനു ശേഷം വീണ്ടും തീരദേശവാസികൾ സമരത്തിന് വരുന്നതിന്റെ കാരണം ഇതാണ്. 2015 സർക്കാർ അന്നത്തെ സമരക്കാരോട് പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് ഒരിക്കലും തീരശോഷണത്തിന് കാരണമാകില്ല എന്നും എന്നെങ്കിലും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ 475 കോടി പുനരധിവാസത്തിനായി തരാമെന്നും ആണ്. അന്ന് വിഴിഞ്ഞം പദ്ധതി മൂലം തീരശോഷണം ഉണ്ടാകുമെന്ന് പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ച ഏഷ്യൻ കൺസൾട്ടൻസ് മുമ്പോട്ട് വെച്ച പഠനം തിരുവനന്തപുരം അതിരൂപത അധികൃതർ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും സർക്കാർ സമ്മതിച്ചില്ല. ഇപ്പോൾ 7 വർഷത്തിന് ശേഷം പോർട്ട് പണി 20% ആയപ്പോൾ തന്നെ വലിയ തീരശോഷണം വിഴിഞ്ഞത്ത് സംഭവിച്ചിരിക്കുകയാണ്. അതായത് ശംഖുമുഖം, കടപ്പുറം ഉൾപ്പെടെയുള്ള തീരത്തെ 640 ഏക്കറോളം സ്ഥലം കടലെടുത്തിരിക്കുന്നു. കടലിന്റെ ആവാസ വ്യവസ്ഥ തകർന്നു. അനേകം വീടുകൾ വാസയോഗ്യമല്ലാതെയായി. വളരെ രൂക്ഷമായ തീരശോഷണത്തിന് കേരളത്തിലെ തീരപ്രദേശങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്നുവെന്ന പഠന റിപ്പോർട്ടുകൾ പലതുണ്ട്. നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് തങ്ങളുടെ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ 63% തീരവും തീരശോഷണത്തിന് വിധേയമാണെന്നാണ്. ആ പ്രദേശവാസികളെല്ലാം കാലങ്ങളായി കടുത്ത ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ പേർക്ക് കിടപ്പാടവും തൊഴിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിന്റെ പൊതുവായ സാഹചര്യമാണ് എങ്കിൽ വിഴിഞ്ഞം മുതൽ തെക്കോട്ടുള്ള തീരപ്രദേശത്ത്
അതീവ അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. 2015 വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുമായി കരാറിലെത്തുകയും അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ തീരദേശത്ത് കടലാക്രമണവും കടൽ കയറ്റവും 10 മടങ്ങായി വർദ്ധിക്കുകയും നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരായി തീരുകയും ചെയ്തു. തുറമുഖ നിർമ്മാണം മത്സ്യ ലഭ്യതയെയും വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നതിനാൽ ഒരേ സമയം സ്വത്തും സമ്പാദ്യവും കിടപ്പാടവും നഷ്ടപ്പെടുകയും ഒപ്പം തൊഴിലും വരുമാനവും ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് 10,000-കണക്കിന് തീരദേശവാസികൾക്ക് ഉള്ളത്. മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നത് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകരമായി പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകളായിരുന്നില്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ ഏജൻസികൾക്ക് ആരംഭം മുതലേ പറയാനുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, AECOM, ഏണസ്റ്റ് ആൻഡ് യങ് തുടങ്ങിയ ഏജൻസികൾക്ക് പുറമെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും 2010 മുതൽ 2015 വരെ പദ്ധതിയുടെ പ്രായോഗികതയിൽ വ്യക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം തടസ്സങ്ങളെല്ലാം മറികടന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോയ സർക്കാരുകളും അദാനി ഗ്രൂപ്പും കേരളത്തെ വലിയൊരു പ്രതിസന്ധിയുടെ മുനമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. പദ്ധതി തുടങ്ങി ആദ്യ വർഷം മുതൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങി. പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും സർക്കാർ ഇന്നോളം തയ്യാറായിട്ടില്ല. മുൻകാല വാഗ്ദാനങ്ങൾ ഒരിക്കലും നടപ്പായിട്ടില്ലാത്ത ചരിത്രമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. പാർപ്പിടം മുതൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സഹായ വാഗ്ദാനങ്ങൾ വരെ പാലിക്കപ്പെടാതെ അവശേഷിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തെ തീരദേശവാസികൾ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. നൂറ്റി ദിവസങ്ങൾ പിന്നിടുമ്പോൾ വിഴിഞ്ഞം സമരത്തിനെതിരെ തൽപര കക്ഷികൾ ആരംഭം മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഗൂഢാലോചനകളും വിദേശ ധനസഹായവും തീവ്രവാദികളുടെ പിന്തുണയും എന്ന് തുടങ്ങി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അവർക്ക് നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയിലെ വൈദികരും മെത്രാന്മാരും കേൾക്കുന്ന വ്യാജാരോപണങ്ങൾക്ക് കണക്കില്ല. വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭൂമിക്കും അവിടെ ജീവിക്കുന്നവർക്കും മറ്റ് ജീവിതമാർഗങ്ങളില്ലാത്ത ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ഭാഗത്തേക്ക് വെറുതെയെങ്കിലും ഒന്ന് കടന്നുപോയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വിഴിഞ്ഞം അദാനി പോർട്ട് നിർമ്മാണവും അവിടെ തീരദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന വാദം ശുദ്ധ കള്ളത്തരമാണ്. എല്ലാം മനസ്സിലാക്കിയ സർക്കാർ സകലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീരദേശവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ യാതൊന്നും പാലിക്കാൻ ഈ വർഷങ്ങൾക്കിടയിൽ അല്പവും മനസ്സ് കാണിച്ചിട്ടില്ല. വർഷങ്ങളോളമായി സിമന്റ് ഗോഡൌണുകളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരം വിവിധ കാരണങ്ങളാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും നടത്തിവരുന്ന സമരം തികച്ചും യുക്തവും വ്യക്തതയുള്ളതുമാണ്. നാല് മാസത്തിലേറെയായി നടന്നുവരുന്ന സമരം ചിലർ ആരോപിക്കുന്നത് പോലെ അക്രമങ്ങൾക്കോ പരിധിവിട്ട വൈകാരിക പ്രകടനങ്ങൾക്കോ ഇടയാക്കാതിരുന്നതിന്റെ കാരണം അവിടെയുള്ള നിരവധി വൈദികരുടെ നിരന്തരമായ ഇടപെടലുകളാണ്. വാസ്തവത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഈ സമരത്തിലെ പങ്കാളിത്തവും നേതൃത്വവും അത്തരത്തിലുള്ള വലിയ സദ്ഫലങ്ങൾ ആ സമരഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ സമാധാനപരമായി നടന്നു വന്നിരുന്ന സമരവും സമരത്തിനിറങ്ങിയവരുടെ നിശ്ചയദാർഢ്യവും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിലങ്ങുതടിയായി മാറി. അർത്ഥശൂന്യമായ അക്രമ സമരങ്ങൾ മാത്രം കണ്ടും ചെയ്തും ശീലിച്ചവർക്ക് സമാധാനപരമായി സമരം ചെയ്തവരെ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, സമരത്തിന്റെ സമാധാന സ്വഭാവം രണ്ടിലൊന്നറിഞ്ഞേ പിൻവാങ്ങൂ എന്നതിന്റെ സൂചനയാണ് എന്നും അത്തരക്കാർക്ക് വ്യക്തമായി. ഇക്കാരണത്താൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ അക്രമികളാണ് എന്ന് വരുത്തി തീർക്കാനും അകാരണമായി അവരെ പ്രകോപിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ പലപ്പോഴായി എതിർഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സമരം നിർവീര്യമാക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് കരുതിക്കൂട്ടിയുള്ള ഊർജിത ശ്രമങ്ങൾ ആരംഭിച്ചത് എന്ന് പറയാം. സമാധാനപരമായി സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികൾക്കിടയിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച സംഘപരിവാർ പ്രവർത്തകർ അതിക്രമിച്ചു കയറുകയും
കല്ലേറും ബലപ്രയോഗവും നടത്തുകയും അന്തരീക്ഷത്തെ അക്രമാസക്തമാക്കി മാറ്റുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിലും രാഷ്ട്രീയക്കാരുടെ വക്താക്കളും സ്ഥാപിത താല്പര്യക്കാരുമായ മാധ്യമ പ്രവർത്തകരും സമരക്കാരെ അക്രമികളാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ആരോ എഴുതിയ തിരക്കഥയുടെ തുടർച്ചയെന്ന വണ്ണം ശനിയാഴ്ചത്തെ സംഭവത്തിന്റെ രണ്ടാം ഭാഗമായി ആർച്ച് ബിഷപ്പിനെ ഒന്നാം പ്രതിയും മറ്റു പലരെയും പ്രതികളുമാക്കി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ശനിയാഴ്ചത്തെ സംഭവങ്ങളുടെ ചുക്കാൻ സംഘപരിവാറിനായിരുന്നെങ്കിൽ രണ്ടാം ദിവസമായ ഞായറാഴ്ച CPM സർക്കാർ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഏറ്റെടുത്ത് നിയന്ത്രിച്ചു. തലേ ദിവസത്തെ സമരത്തിൽ നാമമാത്ര പങ്കാളിയായിരുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവമാണ് തുടക്കം. അന്യായമായി തങ്ങളുടെ കൂടെയുള്ള ഒരാളെ പോലീസ് കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറെ പേർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും സമാധാനപരമായി പ്രതിഷേധിക്കുകയും കസ്റ്റഡിയിലെടുത്ത ആളെ വിട്ടയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കാൻ ഉറച്ച പോലീസ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും പാരിഷ് കൗൺസിൽ അംഗങ്ങളായ 5 പേരെ കൂടി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഏതുവിധേനയും മത്സ്യത്തൊഴിലാളികളെയും സമരക്കാരെയും പ്രകോപിപ്പിക്കാൻ ഉറച്ച പോലീസ് അവർക്കെതിരെ അതിരൂക്ഷമായ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ശ്രമിച്ച വൈദികരുൾപ്പെടെയുള്ളവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഒട്ടേറെ പേർ ആശുപത്രികളിലായി. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പോലീസ് സ്റ്റേഷനും പോലീസുകാരും വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടു. തത്സമയം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പ്രദേശത്ത് കലാപം നടക്കുന്നു എന്ന രീതിയിലാണ് വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആരംഭം മുതൽ പോലീസുകാരുടെ മർദ്ദനത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റത് ആരും ശ്രദ്ധിച്ചില്ല. പ്രസ്തുത സംഭവങ്ങളുടെ ആകത്തുക വീക്ഷിച്ചാൽ മത്സ്യത്തൊഴിലാളികൾ കലാപകാരികളായി ചിത്രീകരിക്കപ്പെട്ടു എന്നത് മാത്രം മിച്ചം. എതിർപക്ഷത്തിന്റെ ആവശ്യവും അതുതന്നെയായിരുന്നു. സമരത്തിന്റെ തീ ആളിപ്പടരുന്നതിൽ നിന്ന് ജനത്തെ തടയാനാവില്ല എന്ന് കണ്ട എതിർപക്ഷം വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന മറ്റൊരു തീയാണ് കൊളുത്തിവിട്ടത്. അത് വർഗീയ ആരോപണങ്ങളാണ്. ലത്തീൻ അതിരൂപത നേതൃത്വം നൽകുന്ന സമരത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു എന്ന ആരോപണം ഉന്നയിച്ചതും അതിനെ തുടർന്ന് പ്രകടനം നടത്തിയതുമെല്ലാം ഈ ലക്ഷ്യം വെച്ചാണ്. മന്ത്രി അബ്ദുറഹ്മാന്റെ പ്രസ്താവനകളും അതിനെതിരെ വൈദികന്റെ മാധ്യമ പ്രതികരണവും എല്ലാം വളച്ചൊടിക്കപ്പെട്ടു. നിരന്തരമായി ഇസ്ലാമിക പ്രചരണത്തിന്റെ കുതന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന KT ജലീൽ വളരെ വേഗത്തിൽ ഈ വിഷയം ഏറ്റുപിടിച്ചു. അബ്ദുറഹ്മാൻ എതിരായി സംസാരിച്ച വൈദികനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നാണ് ജലീലിന്റെ പക്ഷം. മാർദ്ദവമില്ലാത്ത തീവ്രവാദികളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നതാണ് രസകരമായ വൈരുദ്ധ്യം. വിഴിഞ്ഞം സമരസമിതി ഹിന്ദു വീടുകൾ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്താ പ്രചരണങ്ങളും ധാരാളമായി നടന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിഴിഞ്ഞം സമരത്തിന് വർഗീയ മാനം നൽകാനുള്ള എതിർപക്ഷത്തിന്റെ ശ്രമങ്ങളെ ഭരണകൂടം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തുന്ന സമാധാന സമരശ്രമങ്ങൾ രക്തരൂക്ഷിതമായി തീരുമ്പോൾ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമുണ്ടാകുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ പഠിക്കണമെന്നും അവയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടുകളെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ആസൂത്രിത അക്രമങ്ങൾ സൃഷ്ടിച്ച് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമരസമിതി നേതാക്കൾക്കൊപ്പം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയ്ക്കും സഹായമെത്രാൻ R ക്രിസ്തുദാസിനും വൈദികർക്കുമെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിയും തികച്ചും പ്രതിഷേധാർഹമാണ്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം അക്രമാസക്തമാകാതെ നോക്കേണ്ടിയിരുന്നത് സർക്കാർ തന്നെയായിരുന്നു. ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ അവഗണിക്കുകയും അദാനിക്കുണ്ടായ നഷ്ടത്തെ ചൊല്ലി ആവലാതിപ്പെടുകയും ചെയ്യുന്ന ഭരണ നേതൃത്വത്തിന് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് ആകുലപ്പെടുത്തുന്ന ഒരു ചിന്ത തന്നെയാണ്. ജീവിക്കാൻ അർഹതയുള്ള നാട്ടിൽ പ്രാണഭയത്തോടെ ദിനങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് സത്യാന്വേഷി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സമരത്തിനിടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് നിഷ്പക്ഷവും നീതിപൂർവകവുമായ അന്വേഷണം നടത്തുകയും സമരം നീണ്ടുപോകാതെയും കൂടുതൽ വഷളാകാതെയും എത്രയും വേഗം പരിഹരിക്കുകയും ചെയ്യേണ്ടത് സർക്കാർ ഉത്തരവാദിത്വമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക.
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.